ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ ഫ്ലോററ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഡെൽഫീനിയം എന്ന് പറഞ്ഞൊരു ഫ്ലവറിൻ്റെ സിംഗിൾ വേർഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയലായിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബിഫോർ ദാറ്റ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പീച്ച് കളർ ഫിനിക്സ് പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന അതേ ഷേപ്പിൽ തന്നെ ഇതിൻ്റെ പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പെറ്റൽസ് കട്ട് ചെയ്യുമ്പോഴത്തേനും ആ കറക്റ്റ് ഷേപ്പ് തന്നെ വരണം, അല്ലെങ്കിൽ ആ ഫ്ലവറിൻ്റെ തന്നെ ഒരു സ്ട്രക്ചർ മാറിപ്പോവും. സോ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫ്ലവറിൻ്റെ എക്സാക്റ്റ് ഫ്ലവറിൻ്റെ ഒറിജിനൽ ലുക്ക് നമുക്ക് കിട്ടും. ഇതുപോലെ ചെയ്താൽ മതി. ഇതൊന്ന് നിവർത്തി വരുമ്പോഴത്തേനും ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ അതൊന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി കൊടുത്ത് കഴിയുമ്പോഴത്തേനും ആ പെറ്റൽസ് കറക്റ്റ് ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ ചുരുട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് നിവർത്തി എടുക്കുക ഒന്നുകൂടെ. അപ്പോഴത്തേനും ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ശരിക്കും പെറ്റൽസിൻ്റെ ബേസിന് വേണ്ടിയിട്ടല്ല, ഇന്നർ പെറ്റൽസ്, അതായത് സെപ്പൽസ് എന്ന് പറയും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്ലവറിൻ്റെ സെപ്പൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിവർത്തി എടുത്തിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സെപ്പൽസ്, നമുക്ക് ആ ഒരു സെപ്പൽസിൻ്റെ ഫോം നമുക്ക് കിട്ടും. സോ അത് നമുക്ക് കാണാം. ഇനി നമുക്ക് പെറ്റൽസാണ് വേണ്ടത്. പെറ്റൽസിന് വേണ്ടി ഇതുപോലെ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സെപ്പറേറ്റ് പെറ്റൽസ് കിട്ടും. ഇനി നമുക്ക് സെപ്പൽസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. സെപ്പൽസിനുള്ള ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഫ്ലവറിൻ്റെ ഇന്നർ ബേസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോഴത്തേനും നമുക്കൊരു ഇന്നർ ബേസ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഔട്ടർ ലെയർ പെറ്റൽസ് വെച്ചിട്ട് കവർ ചെയ്യുക. അപ്പോഴത്തേനും നമുക്കൊരു നല്ലൊരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ബഡ്സും ഉണ്ടാക്കുന്നുണ്ട്. ഫ്ലവർ ബഡ്സ് ഉണ്ടാക്കാൻ നമുക്ക് പെറ്റൽസിൻ്റെ ആ ഷേപ്പുള്ള ഇത് മാത്രം മതി. പെറ്റൽസിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു പേപ്പർ ഫോംസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്ത് കൊടുക്കുക. 1 by 1 ആയിട്ട് ലെയറപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ബഡ് ഫോമിൽ കിട്ടും. സോ ഇവിടെ ഫ്ലവറും റെഡിയായി, അതുപോലെ തന്നെ ബഡ്സും റെഡിയായി. സോ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.